ആ സമയത്ത് ഈ ഏജൻസി ആയിട്ട് അന്നേരം ലോഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ പുള്ളി. പുള്ളി ഒരു പാസ്റ്ററാണ്. അദ്ദേഹം ഒരു ചാരിറ്റി എന്ന നിലയിലാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. എപ്പോഴായിരുന്നു ഈ ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലാവുന്ന എപ്പോഴായിരുന്നു? ഞാൻ ദുബായിലേക്ക് പോയിട്ട് തിരിച്ച് ഡൽഹിയിലേക്ക് വന്നു. അപ്പോൾ ആ ദുബായിൽ നിന്ന സമയത്ത് തന്നെ ഒരുപാട് മെൻ്റലി ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയ ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ആദ്യം ഒരു 10 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ഇത്രയും പേര് കാനഡയിലേക്ക് കയറ്റി വിടുന്നതെന്ന് പറഞ്ഞത്. എന്നിട്ട് ഇതിനകത്ത് തന്നെ പലർക്കും വിസ പോലും വന്നിട്ടില്ലായിരുന്നു. പാസ്പോർട്ടൊക്കെ പുള്ളിയുടെ കയ്യിലിരിക്കുമായിരുന്നു. അപ്പോൾ അതിൽ 6 പേരെ ആദ്യം കാനഡയിലോട്ട് കയറ്റി വിട്ടു. അവരവിടെ ചെന്നതിന് ശേഷം ഞാനുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് പറഞ്ഞത് ഇവിടെ ഒന്നും ഓക്കെ അല്ല, ഞങ്ങളെ ഇവിടെ ഒരുപാട് കഷ്ടപ്പെടുത്തുവാണ് എന്നൊക്കെ അവർ തന്നെ ഞങ്ങളോട് അറിയിക്കുമായിരുന്നു ചെയ്തത്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തട്ടിപ്പാണ് എന്നുള്ളൊരു ഇതിലേക്ക് വന്ന് തുടങ്ങുന്നത്. സാർ, ഇത് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് 1,30,000 രൂപയാണ്. ഇതിപ്പോൾ അത് കൂടാതെ പലരോടും പല എമൗണ്ടുകളാണ് മേടിച്ചിരിക്കുന്നത്. വയനാട്ടിലൊരു ഗ്രൂപ്പിനോട് മേടിച്ചിരിക്കുന്നത് 8 ലക്ഷം രൂപ വെച്ചാണ് മേടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 15 ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ. ഇപ്പോൾ കാനഡയിൽ പോയിരിക്കുന്ന അവർക്കെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 15 ലക്ഷം രൂപയോളം മൊത്തം നഷ്ടം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അത് മാത്രമല്ല, എന്നെ കൊണ്ട് ഇത് വിസ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല സാധനങ്ങളും മേടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. സാർ, എനിക്ക് യഥാർത്ഥത്തിൽ വധഭീഷണിയുണ്ട്. കാര്യം എൻ്റെ വീട്ടിലോട്ട് 2 ഗുണ്ടകളെയൊക്കെ അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളോട് നീ നിന്റെ കാര്യം നോക്കിച്ചാൽ മതി, മറ്റുള്ളവരുടെ കാര്യത്തിൽ നീ ഇടപെടരുത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫോട്ടോ പലർക്കും അയച്ചു കൊടുത്ത് അങ്ങനെയും പൈസ പറ്റിച്ചിട്ടുമുണ്ട്. അതെ, പിന്നെ ഇവരെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഞങ്ങൾ പല രീതിയിൽ ശ്രമിച്ചു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തിട്ട് പോലും നമുക്ക് അതിൻ്റെതായിട്ടുള്ള യാതൊരു റിസൾട്ടും ഉണ്ടായിട്ടില്ല. ഇവരിപ്പോഴും ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട്. ഇപ്പം പുതിയതായിട്ടുള്ളത് തട്ടിപ്പ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ അസർബൈജാനിലേക്കും ലക്സംബർഗിലേക്കും ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. ഇപ്പം നമ്മൾ അവരെ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഓഫർ ലെറ്റർ എൻ്റെ കയ്യിൽ ഒരെണ്ണമുണ്ട്. അത് പക്കാ ഫേക്കാണ്. കാരണം ഒരു ഓഫർ ലെറ്ററിനകത്ത് ഒരിക്കലും ഈ ഓഫർ ലെറ്റർ തേർഡ് പാർട്ടിക്ക് ഫോർവേഡ് ചെയ്യാൻ പാടില്ല എന്ന് മെൻഷൻ ചെയ്തില്ല. അതുപോലെ തന്നെ ഓഫർ ലെറ്ററുകളിനകത്ത് ഒരിക്കലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകത്തില്ല. എല്ലാവർക്കും നമസ്കാരം. ചർച്ചിലെ വിശ്വാസികളെ പറ്റിക്കുന്നത് മതിയാക്കി ഇപ്പോൾ പാസ്റ്റർമാർ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെ പോയാലും പൈസ ഉണ്ടാക്കണം, 10 പുത്തനുണ്ടാക്കണം, കീശ നിറയ്ക്കണം എന്നൊരു വിചാരം മാത്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പാസ്റ്റർമാർക്ക്. ഇത് ചെറിയ തട്ടിപ്പൊന്നുമല്ല. ചെറിയ സ്വത്രകാഴ്ചയോ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് കുറച്ച് സ്വത്രകാഴ്ച മേടിക്കുന്നതോ ദശാംശം മേടിക്കുന്നതോ മാത്രമല്ല, ഇത് ലക്ഷങ്ങളുടെ കളിയാണ്. 1 ലക്ഷത്തിൽ തുടങ്ങി 15 ലക്ഷം വരെയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പിന് ഇരയായിരിക്കുന്നവരാരെന്ന് നോക്കിയാലാണ് ഏറ്റവും അതിശയം. അതും പെന്തക്കോസുകാരെ തന്നെയാണ് പറ്റിച്ചിരിക്കുന്നത്. ഈ പെന്തക്കോസിലെ പാസ്റ്റർമാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? പെന്തക്കോസിൽ തന്നെ വിശ്വസിക്കുന്ന കുട്ടികളെ കൊണ്ടാണ് ഈ മാരി അരുതായിക ചെയ്തിരിക്കുന്നത്. അവരെങ്ങനെ ജീവിക്കുന്നത്? പശുവിന്റെ പാല് കറന്ന് വിറ്റും കൂലിപ്പണി ചെയ്തുമാണ് ഉപജീവനം കഴിക്കുന്നത്. എങ്ങനെയെങ്കിലും വിദേശത്ത് പോകണമെങ്കിലും നല്ല ജോലി ഉണ്ടാകണം, ഭാവി നന്നാവണം എന്ന് കരുതിയിരിക്കുന്നവരുടെ ആ മെന്റാലിറ്റി അല്ലെങ്കിൽ ആ ആഗ്രഹത്തെയാണ് ഈ പാസ്റ്റർമാർ മുതലെടുത്തത്. ഒരാളുടെ പേര് മനോജ് എം ജോയി എന്നും മറ്റൊരാളുടെ പേര് വില്യം ജോർജ് മല്ലശ്ശേരി എന്നും. ഇവർ 2 പേരുമാണ് ഏറ്റവും കൂടുതൽ ഈ തട്ടിപ്പിനെ ഈ കുട്ടികളെ ഉപയോഗിച്ചത്. നഴ്സിംഗ് ഒക്കെ പഠിച്ചിട്ട് നിൽക്കുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്ത് നിൽക്കുന്നവരെ വിദേശത്ത് നല്ല ചാൻസ് ഉണ്ട്, ദുബായിൽ പോകാം, നിങ്ങൾക്ക് അവിടെ പോകാം, ഇവിടെ പോകാം, കാനഡ, ഓസ്ട്രേലിയ, അങ്ങനെ വലിയ വലിയ രാജ്യങ്ങളുടെ പേരും പറഞ്ഞ് ചാരിറ്റി എന്ന് പറഞ്ഞാണ് ഇവർ തുടങ്ങുന്നത്. ഞങ്ങളെ കൊണ്ടാകുന്ന ഒരു സഹായം നിങ്ങൾക്ക് ചെയ്തു തരുന്നു എന്ന രീതിയിൽ പറഞ്ഞ് ഈ കുട്ടികളെ അവിടെ കൊണ്ടുപോയിട്ട് കഷ്ടപ്പെടുത്തുക. ആ പയ്യൻ ആദ്യം ദുബായിലേക്ക് പോയി, അവിടുന്ന് അവൻ തിരിച്ച് ഡൽഹിയിൽ വന്നു. അപ്പോഴാണ് ആ പയ്യന് മനസ്സിലായത് താൻ ചതിക്കപ്പെടുമായിരുന്നു എന്ന്. സംശയമായിട്ട് കൂടുതൽ അന്വേഷിക്കുന്നത്. അപ്പോഴാണ് ഇവർക്ക് പിടികിട്ടിയത് ഇവർ 2 പേരും ചേർന്ന് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നതെന്നും എന്ത് ധൈര്യത്തിലാണ് അവർ വിദേശത്തിലേക്ക് അവരെ കയറ്റി വിട്ടത്. അവിടെ ചെന്ന് അവർക്ക് സഹായിക്കാൻ ആരുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും കരുതാതെ, അത് വിസ പോലും വരാത്ത പലരും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പാസ്പോർട്ടൊക്കെ ഇവരുടെ കയ്യിൽ, ഈ പാസ്റ്റർമാരുടെ കയ്യിൽ. അപ്പോൾ അവരവിടെ ചെന്നിട്ട് എങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചു കാണും? എത്ര കഷ്ടപ്പെട്ടാണ് അവർ പൈസയൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. നൈസായിട്ട് ആ പൈസയെല്ലാം മേടിച്ച് പോക്കറ്റിലിട്ടിട്ട് അവർ വീട്ടിൽ പോയി. ഈ കുട്ടികൾ അവിടെ ചെന്ന് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അതിനകത്ത് ഒരു പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ബ്രെഡ് അവർ മുറിച്ച് 2 പേര് കഴിച്ചു, ബാത്റൂമിലുള്ള വെള്ളമൊക്കെ കുടിച്ചാണ് അവരവിടെ നിന്നത് എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ. ഈ കാനഡ പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോകുന്നവരൊക്കെ പലരും പാർട്ട് ടൈം ജോബ് എടുത്ത് ചെയ്തിട്ടൊക്കെ അവിടെ വിസയ്ക്ക് വേണ്ടി നിന്ന് അങ്ങനെയൊക്കെയാണ് പലരും തന്നെ ഓരോ ഹോസ്പിറ്റലിൽ കയറി പറ്റി രക്ഷപ്പെടാൻ നോക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇതുമില്ല, ഒന്നുമില്ലാതെ അവരെ അവിടെ അങ്ങോട്ട് കൊണ്ടുവിട്ടു. വിശ്വാസികളെ ഇവർ പറ്റിച്ച് ഒരു പരുവത്തിലാക്കി. ദശാംശത്തിൻ്റെ സ്വത്രാഴ്ചയുടെയും പേരിൽ സ്വത്രാഴ്ച തന്നില്ലേ, ദശാംശം തന്നില്ലേക്ക് നീയൊക്കെ നശിച്ചു പോകുന്ന പറഞ്ഞു ഇവർ. അത് പേടിച്ച് ഇതുങ്ങളില്ലാത്തത് താലിമാലയും കൈ കിടന്ന സ്വർണ്ണം എല്ലാം കൂടെ വിറ്റ് പെറുക്കി ഇവർക്ക് കൊണ്ടു കൊടുത്തു. അവർക്ക് വീടും സ്ഥലവും സൗകര്യവും ബാങ്ക് ബാലൻസ് ഒക്കെ ആയി.
എന്നിട്ട് അതും പോരാത്തതിന് ഇപ്പോൾ ഈ സ്വോത്രകാഴ്ച ഇനി കുറഞ്ഞു എന്നുള്ളത് കൊണ്ടാണോ ഈ ഒരു രീതിയിലേക്ക് ഇവർ തട്ടിപ്പ് പോയേക്കുന്നത്? എന്നിട്ട് ഇവർ പ്രവർത്തിക്കുന്ന എറണാകുളം ബേസ് ചെയ്തിട്ടാണ്. എന്നിട്ട് എറണാകുളത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഈ പിള്ളേർ പരാതി കൊടുത്തിട്ട് പോലീസുകാർ പറയണത് എന്താ, മുമ്പിൽ ഇവർ വരുവാണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുക, അല്ലെ ചോദ്യം ചെയ്യുക, അല്ലെ അറസ്റ്റ് ചെയ്യുക എന്ന തരത്തിൽ പറയുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ടൗൺ ആണ്, ഇവരെ എവിടെ ചെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കാനാണെന്നാണ് പോലീസ് ചോദിക്കുന്നത്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചു, പിന്നെ പോലീസ് എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? അതോ ഈ പാസ്റ്റർമാരുടെ ഗുണ്ടകളെ അവർക്കും പേടിയാണോ? അതോ പാസ്റ്റർമാർ നല്ലപോലെ കാശ് അവർക്കും കൊടുത്തിട്ടുണ്ടോ? ഏതാണ് ഇത് ഇവിടെ സംഭവിച്ചത്? മിക്കവാറും നല്ല പൈസ കൊടുത്തിട്ടുണ്ടാവും. ഈ പിള്ളേരോട് മീഡിയക്കാർ സംസാരിക്കാൻ അവർ മെയിനായിട്ട് പറയുന്നത് ഇവർക്ക് വധഭീഷണിയുണ്ട്. ആരാണ് ഈ പാസ്റ്റർമാർ? ഈ സുവിശേഷം കൊണ്ട് നടക്കുന്ന പാസ്റ്റർമാരാണ് ഇവരെ വിളിച്ച് വരട്ടിയിരിക്കുക. നിങ്ങളെ കൊന്നുകളയും, നിങ്ങളുടെ ഭർത്താവിനെ തീർത്ത് കളയും, നിങ്ങളുടെ വീട്ടിലുള്ളവരെ തീർത്ത് കളയും. അതിന് തെളിവായിട്ട് ഗുണ്ടകളെ വീട്ടിലയച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഇതൊക്കെ ഈ സുവിശേഷം പറയുന്നവരുടെ വായിൽ നിന്ന് തന്നെ വരുന്ന കാര്യങ്ങളാണ്. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഈ പരിപാടി, ഞായറാഴ്ച ആകുമ്പോഴേക്കും ബൈബിൾ എടുത്ത് കഷത്തി വെച്ചുകൊണ്ട് കൊട്ടും പാട്ടും ബഹളവും. അന്നേരം ഭയങ്കര ആത്മീയതയും അന്യഭാഷയും സുവിശേഷം, ഭയങ്കര സുവിശേഷ. ഇവരാണ് എടുത്ത് പ്രാർത്ഥിച്ചങ്ങ് അനുഗ്രഹിച്ച് വിടുക വിശ്വാസികളെ. അപ്പോൾ തിങ്കളാഴ്ച ആയി കഴിഞ്ഞിട്ട് കോഴ്സിലുള്ള കുട്ടികളെയും അല്ലാത്ത കുട്ടികളെയൊക്കെ ഇവർ ചാക്കിട്ട് പിടിച്ച് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ അവസരം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ മാതിരി തരികിടയും തട്ടിപ്പുമാണ് കാണിക്കുന്നത്. ഇനി ആരും ഇവരുടെ വലയിൽ ചെന്ന് പെടരുത്. ഇവരാണെങ്കിൽ 1 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ പൈസയ്ക്ക് ഇവർ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? അവരുടെ ഉപജീവന മാർഗ്ഗമായിരുന്ന പശുവിനെ വിട്ടിട്ടും കുട്ടികൾ അവരുടെ താലിമാല വരെ പണയം വെച്ചിട്ടാണ് ഇതിനു വേണ്ടി പൈസ കൊടുത്തിരിക്കുന്നത്. ഈ പൈസയ്ക്ക് ഇവർ തിരിച്ചു കൊടുക്കും. ഇനി നമ്മൾ പാസ്റ്റർമാരെ എന്തെങ്കിലും പറയുമ്പോഴേക്കും ഇവരുടെ ഈ ഫ്രോഡ് തരത്തെക്കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ ജെനുവിനായിട്ട് സുവിശേഷം പറയുന്നവരെ കുറിച്ചോ അല്ലെങ്കിൽ ജെനുവിനായിട്ട് ജോലി എടുത്ത് സുവിശേഷം പറയുന്ന ഒരുപാട് പേരെ അറിയാം. ചർച്ച നടത്തിക്കൊണ്ട് പോകുന്നവരെ അറിയാം. അവരല്ല നമ്മൾ പറയുന്നത്. ഇവർ സഭയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ ഇവർ ഉദ്ദേശിക്കുന്നത്, ഈ ചെറുപ്പക്കാരെ വല വീഴ്ത്തി പിടിക്കുക. അതിന് വേണ്ടിയിട്ട് ഈ കൺവെൻഷനും ചർച്ചിലൊക്കെ ബൾബുകളും പൂക്കുറ്റികളൊക്കെ അടിച്ച് പിള്ളേരെ ഒരു DJ മോഡിലേക്കാണ് ആരാധനയൊക്കെ. എന്നാലാണ് കുട്ടികളൊക്കെ ആകർഷിക്കാൻ പറ്റും. എന്നിട്ട് അവരെ ഇതുപോലുള്ള ചതിക്കുഴിപ്പെടുത്തുക, 10 പുത്തനുണ്ടാക്കുക. അതല്ലേ നിങ്ങൾ ലക്ഷ്യം വെച്ച് ചെയ്യുന്നത്? ആരാധനാലയങ്ങളിൽ ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ പബ്ലിക്കിലേക്ക് പരസ്യമായിട്ട് നിങ്ങൾ ഇറങ്ങി അവരുടെ വിശ്വാസത്തെയാണ് നിങ്ങൾ മുതലെടുത്തത്. ഈ പിള്ളേരുടെ പേരൻസ് നിങ്ങൾക്ക് പൈസ തന്നത് എങ്ങനെയാണ്? ആ ഒരു പാസ്റ്റാണ്, ഞങ്ങളെ ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിലല്ലേ അവർ നിങ്ങൾക്ക് പൈസ തന്നതും നിങ്ങളെ വിശ്വസിച്ചതും. ആ വിശ്വാസത്തിൻ്റെ മേലെയാണ് നിങ്ങൾ ചുറ്റിക വെച്ചടിച്ചത്. അപ്പോൾ എന്ത് നല്ല പാസ്റ്റർമാരാണ് ഇപ്പോൾ ഇരിക്കുന്നവരെന്ന് ഓർത്തു നോക്കിയേ. ഇവരാണ് ഒരു സഭ നയിക്കുന്നവർ, ഇവരാണ് ഈ കുഞ്ഞാടുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടാനിരിക്കുന്നവർ. പാസ്റ്റർമാർ സ്വർഗത്തിൽ പോയിട്ട് വേണ്ടേ വിശ്വാസികൾ സ്വർഗത്തിൽ പോകാൻ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കും. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.